Hi guys, welcome back to another walkthrough വീഡിയോ. ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഒരു ഈവിൾ വിത്തിൻ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇത് ഈവിൾ വിത്തിൻ 2 ആണ്. 1 ഉണ്ട്. 1 പക്ഷേ ഭയങ്കര പഴയ ഗെയിമാണ്. 1 ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ 2 ആണിത്. 2 അത്യാവശ്യം നല്ല അടിപൊളി ഗെയിമാണ്. ഇതിൻ്റെ ബോസ് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റോറി അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ എന്നൊക്കെ പറയാം. ഇത് 3rd പേഴ്സൺ ആട്ടോ. നമുക്ക് കുറച്ച് കളിച്ച് നോക്കാം. പിന്നെ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, കാരണം ഇത് അത്യാവശ്യം ചെറിയ ലാഗുള്ളൊരു ഗെയിമാണ്. ഞാൻ ഇത് കുറച്ച് കളിച്ചായിരുന്നു. നമുക്ക് ബാക്കി കളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗെയിം പ്ലേ ഒക്കെ. എൻ്റെ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. നമ്മൊരു ഡിറ്റക്റ്റീവാണ്. നമുക്ക് നമ്മുടെ മോളും ഭാര്യയും നമ്മുടെ ഫാമിലി മരിച്ചെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ഇതിൽ അറിയണേണ് നമ്മുടെ മോള് മരിച്ചിട്ടില്ല, മോളൊരു ഔട്ടർ വേൾഡിലുണ്ടെന്ന്. ഔട്ടർ വേൾഡ് മീൻസ് വേറൊരു വേൾഡിലുണ്ടെന്ന്. അപ്പം നമ്മൾ ആ മോളെ തപ്പിക്കൊണ്ട് ആ വേൾഡിലേക്ക് പോണേണ്. അപ്പോൾ അവിടെ അയാൾക്ക് എന്താ നടക്കണേ എന്നുള്ളതൊക്കെയാണ് കഥ. നമുക്ക് ബാക്കി കളിച്ച് കാണാം. അങ്ങനെയാണ് ഒരു ചെറിയൊരു ബേസ് സ്റ്റോറി. മൊത്തം സ്റ്റോറി അല്ലട്ടെ പറഞ്ഞത്. ബാക്കി നമുക്ക് കളിച്ച് കണ്ടറിയാം. ലോഡ് ഗെയിം അല്ല, ന്യൂ ഗെയിം കൊടുക്കാം. കണ്ടിന്യൂ. ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ. കണ്ട, അതാണ് മോള്, ഭാര്യ. ഡിഫിക്കൽട്ടി സെറ്റിങ്സ് ഞാൻ പ്രിഫർ ചെയ്യണ കാഷ്വൽ കളിക്കാനാണ്. സ്റ്റോറി എൻജോയ് ചെയ്ത് കളിക്കണമെങ്കിൽ കാഷ്വൽ കളിക്കണം. സർവൈവൽ ഇത്തിരി കുറച്ച് ടഫാണ് എന്നാണ് ഞാൻ 1 കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് തന്നെയായിരിക്കും, ആ മെക്കാനിസം തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത്. കണ്ട, ഫോർ ദോസ് ഹു വാണ്ട് ടു എക്സ്പീരിയൻസ് ദ സ്റ്റോറി വിത്തൗട്ട് എ സ്ട്രഗിൾ, കാഷ്വൽ. നമുക്ക് കാഷ്വൽ തന്നെ പോവാം. എയിം അസിസ്റ്റ് എനേബിൾ ചെയ്യാലേ. ഡ്രോയിങ് ആണ്. മോം ഡാഡ്. ചാപ്റ്റർ 1 ഇൻടു ദ ഫ്ലെയിം. No, this is not happening. നമ്മുടെ വീടാണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ജോയിക്ക് എന്താ പണി കിട്ടിയിട്ടുണ്ടേ? Oh God, Lily! ദൈവം, വഴി പോകാൻ പറ്റില്ല. ഇവിടെ വഴി എന്തെങ്കിലും കാണാം. Damn it! അടിച്ച് പൊളിക്ക്. Lily, I'm here! Where are you? Oh God, is she upstairs? മേളിലാണ്. അപ്പം മേളിലേക്ക് നോക്കി. ഒന്ന് വീറ്റാക്കണം. ഞാൻ ജോയിസ്റ്റിക്ക് ഒന്ന് മാറ്റട്ടെ. ഇതിനകത്ത് സൈഡ് ബട്ടൺ വർക്കാണില്ല. മേളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഫുൾ പൊക്കെയുണ്ട്. അവിടെ ഒരു ഡോറാണ്. ഇതാണ് നമ്മുടെ മോള്. ഇതാണ് നമ്മുടെ മോള്. I'm here, Lily. I'm here. ഞാനിത് കുറച്ച് കളിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മയുണ്ട് എനിക്ക്. ഇങ്ങാടല്ലേ? ഇങ്ങാടാ. ലില്ലി. Lily? Come on out. Lily, where are you? I'm here. Dad's here. You weren't here for me, Dad.
ഇതാണ് മോള് ലില്ലി. Lily! No! You didn't save me! അയ്യോ. സ്വപ്നമായിരുന്നു അതെല്ലാം. Kidman? കിറ്റ്മാൻ. Hello, Sebastian. It's been a long time. 3 years. ഇത് വണ്ണിൽ നമ്മുടെ അസിസ്റ്റന്റ് എന്തോ വരുന്നു കേട്ടോ, Trying to track you down ഈ for 3 കിറ്റ്മൻ എന്ന് പറഞ്ഞ ആള്. And ഞാൻ you ബാക്കി thought you'd കട്ട് find സീൻ me at the പറഞ്ഞിട്ട് പറയാം. bottom of an empty bottle. Is that it? And why are you here now, damn it? You didn't find me because they didn't want you to. Calm down, Sebastian. You knew what was gonna happen in that hospital, didn't you? What happened at Beacon is in the past. You need to forget it. You sound just like that psychologist the Force shoved down my throat. But he didn't have answers. You do. You're gonna tell me about Mobius. പ്രശ്നമാണല്ലോ. I'm here because of this. എന്താ ഓ, നമ്മുടെ ഫാമിലി ഫോട്ടോ. Where did you get this? Lily's still alive. Lily is dead! I read the police report! I was at her funeral! We can rewrite history if we want to. Staging a death is child's play. Why would I come out of the shadows just to lie to you? Lily is alive. She's with us. But she's in danger. We need you to help save her. Save her? What have you done to her? Get your hands off me! കൊടുക്കൊരെണ്ണം കാടി. അതല്ലേ. ഒയ്. I was hoping you'd come willingly, Sebastian. But we don't have time for this ഉറക്കി bullshit. നമ്മൾ ഉറക്കി. We need you. Lily needs you. നമ്മൾ വിചാരിച്ചിരിക്കണം നമ്മുടെ മോള് മരിച്ചു പോയെന്നാ, പക്ഷെ അവർ പറയണത് അവർക്കറിയാം മോളെ എവിടെയാണെന്ന്, മോളെ രക്ഷിക്കണം എന്നാണ് പറയണത്. Sebastian? You're awake. Good. Yeah, കിറ്റ്മാൻ. great. Where are we? You're in one of our facilities. So this is the almighty Mobius, huh? Be careful about what you say. You don't know how powerful they are. Right. So powerful they have to kidnap a washed-up ex-cop to help them. At least your terrible sense of humor is still intact. Enough of this bullshit. Where's Lily? Patience. All your answers are right here. ഓ, ഔട്ട്ലാസ്റ്റിൽ കണ്ട പോലത്തെ ഒരു പരിപാടിയല്ലേ. Mental hospital incident was an unfortunate setback, ഇതിൻ്റെ അകത്ത് ആൾക്കാരെ കിടപ്പുണ്ട്. but we used the knowledge gained to build a new and vastly improved STEM system. What does this have to do with my daughter? Imagine it. Millions of minds connected together. Happiness for one is happiness for all. This machine, this miracle, will allow our species to achieve greatness.
We needed to start with a mind that was pure and clean enough to support thousands of personalities. The mind of an innocent child. ലില്ലി നമ്മുടെ മോളുടെ ഉള്ള You connected Lily to that machine? Your daughter is quite special. The most stable core candidate we've ever tested. Thanks to her, the new STEM has been a smashing success. ഓ അവനെ കണ്ടിട്ട് തന്നെ എന്തോ അല്ല. A little over a week ago, Lily vanished. Just stopped sending signals. Then the STEM environment began to collapse. We thought it was just a technical glitch, an easy fix, so we sent a team of Mobius agents inside. ഓ ആ ഏജൻസ് ആണ് കിടക്കണത്. And STEM went dark. Think about this, Mr. Castellanos. I am providing you an opportunity. Not only to see your daughter again, but to save her life. Something you thought you failed to do before. You can save her, or let her die. ഓ ഓ ഓ It's your choice. ഇനി ഇവിടെ നിന്നാണ് കളി തുടങ്ങണത്. നമ്മ ഇൻട്രാണ് കേട്ടോ സ്റ്റെം സിസ്റ്റം. Good luck, Sebastian. And please, try to cooperate with any team members you might find in there. I know you don't trust us, but they have the same goals as you do. That's all right. I'll fight by myself. Just remember to call me the moment you find Lily, so that we can begin the extraction process. I'll be out here for you. ഇറങ്ങ്. And someone else will be in there for ഓ you. എന്തോ കുത്തി പറയണ പോലെ someone else. Are you ready? അപ്പം എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് അതിൻ്റെ അകത്ത്. വരെ വിശ്വസിക്കാൻ പറ്റില്ല, കള്ളന്മാരാ. Be careful in there, Sebastian. We're counting on you. STEM entry in 3, 2, 1. ഓ നമ്മ അങ്ങനെ എൻട്രി ആയിട്ടാ. ഓ എത്തി തോന്നട്ടെ. എത്തി. ഓ ടൈറ്റിൽ എഴുതി കാണിച്ചാണ് ഈ എഴുത്തിട്ട്. ഓ എന്ത് രസമല്ലേ. കൊള്ള. ഇനിയിപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഫുൾ ഇരുട്ടാണല്ലോ. Is this? Where am I? സ്പ്രിന്റ് കൺസ്യൂം സ്റ്റാമിന. ഓ അവിടെ വീട് കാണാം. നമ്മുടെ ഓർമ്മയായിരിക്കുള്ളത്. Dad, help me! I'm coming, Lily! I know it's hard to accept Myra, മൈറ but she's gone. മൈറ എന്ന് തോന്നട്ടെ നമ്മുടെ Our little girl is gone. ഭാര്യ. I'll never accept it. If you won't help me, Myra I'll no, find no, out the ഭാര്യ. truth on ഭാര്യയുടെ my പേരതാ. own. What the hell is this place? Detective, we've got a call. All units
ഇത് ഫസ്റ്റിലെ സീൻ കാണിക്കണമെന്നാണ് ഈ വെള്ളത്തിന് മണ്ണില്ല കണ്ണടിച്ച് എന്തോ കാണാല്ല മേശേ ഫോൺ അടിക്കണം നമ്മൾ എത്തി കേട്ടാ Hello? Sebastian, are you there? Kidman? കിറ്റ്മാനാണ് കിറ്റ്മാൻ പുറത്തുനിന്ന് വിളിക്കണം Snap out of it, Sebastian. You made it in safely. How are you feeling? Terrible. Like the worst hangover ever. Don't worry. It will pass once your mind has adjusted. You're in an area separate from the main system right now. That's how we're able to maintain communication with you. This construct is called your room. It's a safe zone that was formed from your own memories. My memories, huh? If that's the case, then where are my wife and child? This place looks like my old office at Crimson City PD. It was your subconscious that built it. You should ask yourself that question. Let's get down to business. We sent some information into your room. Do you see anything unfamiliar? എന്തെങ്കിലും അൺഫെമിലിയർ ഉണ്ടാവും നോക്കാം നമ്മുടെ ഇത് തന്നെയാണ് നമ്മുടെ ഓഫീസായിരുന്നു അത് കണ്ടോ നമ്മുടെ ഇതൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് സെബാസ്റ്റ്യൻ ഇത് നമ്മുടെ മോള് വരച്ച ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും അൺഫെമിലിയർ ആയിട്ടുണ്ട് അതെ ഇവിടെ ഉണ്ട് ഇതാണെന്ന് തോന്നുന്നു There are ഇൻവെസ്റ്റിഗേറ്റ് photos of a bunch of Mobius agents here. Your lost team, I see. ആ ഇവരെയാണ് കാണാണ്ട് Let us കേട്ടാ know if you locate any of them. You're our only line of communication into STEM. They're stuck in Union and searching for Lily too. Union? This STEM environment was designed to look and feel like a small town called Union. Great. So your experts need rescuing too, huh? If anyone can do it, it's you. Thanks for the vote of confidence, but I'm only here to find Lily. There's more info there. You should check it out before you go. വി ആർ ഗ്ലാഡ് യു ആർ ഹിയർ യൂണിയൻ Union, huh? ചാപ്റ്റർ 2 ആയിട്ടാ Looks like any town USA. It was designed that way to keep the test subjects calm and relaxed. Calm and relaxed. The exact opposite of Beacon. What happened at Beacon was beyond our control. It doesn't seem like you've got much control this time either. Look, I don't know what you're going to encounter in there. If you need information, I'd suggest you try talking to some of the locals. You know, canvass the area. Just like you taught me back at KCPD. You were never a real detective, Kidman. And you're not a detective anymore. But let's try to do some detecting anyway, okay? Search for Mobius team members within STEM for a lead to find Lily. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ അകത്ത് ഇവരൊരു സിറ്റി പോലെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ആ സിറ്റിയുടെ പേരാണ് യൂണിയൻ കണ്ട വി ആർ ഗ്ലാഡ് യു ആർ ഹിയർ യൂണിയൻ അപ്പോൾ ഇതാണ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആൾക്കാർ Lily, your team, and now me. We're all stuck inside STEM. I still don't understand why you can't just take them all out of their pods and wake them up. It doesn't work that way. Without a core, we're totally locked out of the system. To forcibly remove anyone from STEM at this point would kill them and leave their consciousness trapped inside there. Great. Mobius has got some stellar backup plans. Stating the obvious isn't going to speed things along. You need to find Lily. Otherwise she, you, and everyone else inside is going to die. വേറെ എന്തോടെ കാണുന്നുണ്ട് Baker. Team leader. He's the guy I should try to find first. ഇയാളെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു എല്ലാത്തിൻ്റെ നമുക്ക് സമയം കളയണ്ടല്ലോ Hoffman. Psychology and surveillance. This one could be cagey. അപ്പോൾ അത് നോക്കി സമയം കളയണ്ട അത് ഇവരെ കണ്ടുപിടിക്കണം പിന്നെ നമ്മുടെ മോളെ കണ്ടുപിടിക്കണം അതാണ് ഇപ്പോൾ തന്നേക്കണം വിഷയം പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ എന്തെങ്കിലും A cat. I don't ever remember owning a cat. എന്തോ കിട്ടിയല്ലേ Slide projector. Where did my memory dig this up? Elementary school? A relic from a pre-phone camera era. These are most found in old people's attics and estate sales. They can be viewed using the slide projector in Sebastian's room. Okay. ഓ ഇതിൻ്റെ അകത്ത് ഇടണമെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഇടുമ്പോൾ കിട്ടും
ചേഞ്ച് സ്ലൈഡ്. ഓ, നമ്മുടെ ഫാമിലി ഫോട്ടോ. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലേ. അപ്പോൾ ഇതേപോലത്തെ സാധനം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തിട്ട് കാണാൻ പറ്റും. ആ പൂച്ചേനെ കണ്ടിട്ട് എനിക്കൊരു പശപ്പശയൊക്കെ തോന്നുന്നുണ്ട്. ഓ, A mirror. Just like Beacon. Should be a way out. Why couldn't my memory just make regular doors? ഇവിടെ ഒന്നും തിരിപ്പുണ്ടല്ലേ. സേവ് ടെർമിനൽസ്. സേവ് ക്യാൻ ബി യൂസ്ഡ് ടു save your progress at any time. They can be found in safe houses and in Sebastian's room. ഓക്കെ, ഇതാണ് സേവ് ചെയ്യണ സംഭവം. സേവ് ചെയ്യാൻ പറ്റുമോ? ന്യൂസിലോട്ട് കൊടുക്കുക അല്ലേ. അങ്ങനെ സേവ് ആക്കിയിട്ട് നമുക്കിനി പുറത്തോട്ട് ഇറങ്ങി നോക്കാം. എന്താണ് കേട്ടോ പുറത്തേക്കുള്ള വഴി. പുറത്തിനി എന്ത് നടക്കും എന്ന് നമുക്ക് നോക്കാം. പുറത്ത് കുറേ എന്തോ ഉണ്ട്. നമ്മൾ കിഡ്മാൻ പറഞ്ഞ് ഓർക്കണ്ടേ അമ്മ, സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ യു, അങ്ങനെ എന്തോ പറഞ്ഞില്ലായിരുന്നു ആള്. അപ്പോൾ നോക്കാം, പുറത്തിറങ്ങിയിട്ട് നോക്കാം എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന്. സെബാസ്റ്റ്യൻ. ഓ ഓ, പണ്ടത്തെ ഓർമ്മകൾ. ഫാമിലി ടൈം. Lily, what's wrong? അതാണ് നമ്മുടെ ഭാര്യ മൈറ. നല്ല പേര്. My doll's head is broke. It's okay. Mom can fix it for you. She can fix anything. പണ്ടത്തെ കാലത്താണ്ട നടക്കണേ ആ ടി വി ഒക്കെ കണ്ട, പഴയ ടി വി. Sebastian? What's wrong? Are you all right? ഓ, കണ്ണൂക്കി. I've got a wonderful family. An amazingly smart and beautiful wife. Why wouldn't I be all right? Come here, Myra. You've been working too hard. It's making you delirious. Are you sure you're not coming down with something? അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരിക്കും ഓർമ്മകൾ പണ്ടത്തെ. പുറത്തെത്തിയെന്ന് തോന്നണത്. പുറത്തെത്തി കാണണം. എത്തി. Is this the right place? ഒരു വാതിൽ കാണാനുണ്ട്. സേവ് ആയിട്ടുണ്ട്, നല്ല കാര്യം. കർട്ടനാ. What the? അങ്ങാടുണ്ട്, ഇവിടെ ഒരു വഴിയുണ്ട്, ഇവിടെയും ഒരു വഴിയുണ്ട്. ഓക്കെ, ഇത് നോക്കട്ടെ. ഇത് തുറക്കാൻ പറ്റില്ല, മറ്റേ വഴിയും തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തുറക്കാൻ പറ്റില്ല, ഒന്ന് നേരെയാണ് വേണ്ടത്. സ്റ്റാമിന ഉണ്ട് കേട്ടാ. സ്റ്റാമിന പറയണമെങ്കിൽ എന്ത് പെട്ടെന്ന് 102 എന്തോ ഫോട്ടോയാണ്, എന്തോ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങാടാ? വില്യം ബേക്കർ. വില്യം ബേക്കർ മറ്റേ ആളുടെ പേരല്ലായിരുന്ന ആ ബോർഡിൽ കാണിച്ചു വെച്ചാ ആണെന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. ഫ്ലാഷ് ലൈറ്റ് ഓണൊക്കെ പാട്ടൊക്കെ കേട്ടാ. ഇവിടെ ഇരിക്കണം. സ്റ്റാമിന ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സ്റ്റാമിനയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്നാണ്. 1 പറ്റുമായിരുന്നു, ഇതിലും പറ്റണമായിരിക്കും. What the hell? എന്താണ്? തലച്ചോറല്ലേ തെറിച്ച് പോണത്. That's one of the search team. ആ, അതെ ഞാൻ പറഞ്ഞില്ലേ, Baker. ബേക്കർ. നമ്മ ആദ്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞില്ല ഒരുത്തനെ, അവനാണ് ഈ ചത്തടക്കണത്. അവൻ്റെ തല പൊളിഞ്ഞു നോക്കി. അയ്യോ, നമ്മ അതിൻ്റെ അകത്ത് കയറിയ
ഫോട്ടോഗ്രാഫിയാ. ഇനിയാട് വഴിയാണെങ്കിണ്ടല്ലേ, ഇനിയാടല്ല ഇപ്പം എന്തെങ്കിലും എടുക്കാനൊക്കെ ഉണ്ടാ നോക്കട്ടെ. തല പൊളിഞ്ഞോണുണ്ടോ? ഇവിടെ ഒരു വഴി കാണിക്കണ്ട്, ഇങ്ങാടാവണം. ലൈറ്റ് കത്തുണ്ട്, എന്തുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഫയൽസ്. Begathers are team leader. He was frozen in the time when I found him. This must have been taken by the camera right by him. But how it's even possible? സത്യം എങ്ങനെ? അവൻ ടൈമിൽ സ്റ്റക്കാണെന്നാണ് പറഞ്ഞത്. മിക്കവാറും ഇവിടെ ഉള്ള ആരെങ്കിലും ഒന്നായിരിക്കും, ഒരു ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ. അതായിരിക്കും അങ്ങനെ ഇരിക്കണേ. അതവിടെ എത്തി. കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നില്ലേ? അപ്പോൾ ഇതല്ല. അയ്യോ, മുതലിടിച്ചിരുന്നതിനിപ്പോൾ. ഇവിടെ എന്തോ കാണിക്കണ്ടല്ലേ? ഇൻവെസ്റ്റിഗേറ്റ്. ആരോ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയണത്. ഓപ്പറേറ്റ്. തള്ളി മാറ്റേണ്ടി വരും മിക്കവാറും. ഇതൊക്കെയാണ് എനിക്ക് ഔട്ട്ലാസ്റ്റ് ഓർമ്മ. അയ്യോ എൻ്റെ ദൈവമേ. നമുക്ക് നേരെ പോവാം. ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കാൻ. ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഫ്ലാഷ് ലൈറ്റ്? ലോക്കാണ്. ഭാവിയിൽ തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്റ്റാമിന പെട്ടെന്ന് കയറുന്നുണ്ട് കേട്ടോ, സൂക്ഷിച്ച് യൂസ് ചെയ്യാം. മേളിൽ നിന്നൊരു ഫോൺ അടിക്കുന്നുണ്ട്. എനിക്കൊന്ന് മേളിലേക്കായിരിക്കും പോകേണ്ടത്. മേളിൽ നിന്നാണ് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് തോന്നുന്നുണ്ട്. പബ്ലിക് ഫോൺ. Hello? Shit. Who's that? ചിരിക്കാൻ വേണ്ടി വിളിച്ചതാണോ? ഇവിടെ എന്തോ തുറന്നിട്ടുണ്ട്. മറ്റേതുപോലത്തെ ആരെയോ റൂമാണത്. ഇവിടെ തുറക്കാൻ പറ്റില്ല. ഇല്ല, നമുക്ക് മേളിലേക്ക് തന്നെ പോവാം. സമയം ലേറ്റ് ആക്കണ്ട. കുറേ ഓടാനുള്ളതാണ്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു വഴി കാണാം. ക്രൗച്ച് ചെയ്ത് പോകാൻ പറയുന്നുണ്ട്, എന്തെങ്കിലും കിട്ടും. ഫയലി. Congratulations, Truth Seeker. Thank you for taking your spiritual activity test. We are pleased to welcome you to the next level of knowledge. Please report to the nearest MU center with this letter to send from the into position of MU disciple. This letter guarantees you an accelerated position to next cleaning ceremony. Handwritten on the back of the envelope. Lies, all lies. Zoom ചെയ്യാൻ പറ്റും. സൂം ചെയ്യാം. ഓക്കെ. ടേൺ ഓവർ. ടേൺ ഓവർ. കൊള്ളാം. എന്തായാലും ഇരിക്കട്ടെ, കയ്യിലിരിക്കട്ടെ. നമുക്ക് പോവാം. കൺട്രോൾസ് ആയിട്ടൊന്ന് ആപ്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഞാൻ ആ ഡയറക്റ്റ് മറ്റേ ഇതില്ലേ, എന്താ, ഔട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് കളിക്കുന്നുണ്ടേ. ഇതാണ് വഴി. യെസ്, നമ്മളെത്തി. എവിടെയത്? ഇതാവണം വഴി. സേവ് ആയിട്ടുണ്ട്. ഇതാണ്ടാ. ഫൈനലി. അതാരാ? ഈയടേ. അയ്യോ, നമ്മളെ കണ്ടു. Enter the cover.
ഓക്കെ 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 ഓക്കെ. ഇവനാണ് അപ്പോൾ മറ്റേ വില്യം ബ്രേക്കറിനെയും കൊന്നത്. സൈക്കോപാത്താന്ന് തോന്നണം അവനെ കൊന്നത്. നോക്കി Who the hell was that? എന്തായിരുന്നു എനിക്കറിയില്ല. Just like the search team member. അല്ല, ജസ്റ്റ് ലൈക്ക് ദ സെർച്ച് ടീം മെമ്പർ. ഗൈസ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ആക്കണേ. എനിക്ക് വേറൊരു നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് നോക്കി. എന്നാലും വേറൊരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാട്ടാ. നമുക്ക് എന്തായാലും മേളിലേക്ക് പോവാം. I gotta find a way out of here. നിറച്ച് കണ്ണാണല്ലോ. ഇലൂമിനാലിറ്റിയോ ക്ലോക്ക്. ഇവിടെ നമ്മൾ നേരത്തെ വന്നേ. നമുക്ക് മേളിലേക്ക് പോവാം. ഡയറക്റ്റ് മേളിലേക്ക് ഒന്നും നോക്കണ്ട. ഇവിടെ എൻ്റെ ഒരു വഴി, ഇവിടെ വഴിയില്ല. ഈ പല്ലും കണ്ണൊക്കെയാണല്ലോ മൊത്തം ഫോട്ടോയിൽ. ഇവിടെ വഴി, മേളിലേക്ക് വഴിയില്ലല്ലോ. അപ്പം ഇതാണ് വഴി. ഓതേ ആ ഫോട്ടോ എടുത്താൽ പോണത്. ഫോട്ടോ എടുത്താൽ പോണ്. വീട്ടേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാ നോക്കട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ആക്കട്ടെ. കണ്ടോട്ടോ, അദ്ദേഹം ഫ്രണ്ടിലെ ഫോട്ടോയിലൊക്കെ നോക്കി. കണ്ണു തന്നെ കണ്ട. ഓ, അവിടെ എന്തുണ്ടല്ലേ, ഫോട്ടോ ഫ്രെയിം പോലത്തെ കാണാം. എന്തോ ആർട്ട് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ആട്ടോ എന്തായാലും വേറെ വഴി നോക്കാം. ഇനി ഇവിടെ നിന്ന് കണ്ടാന്നോ? ഇവിടെ വെളിച്ചം കണ്ടു. ഞാൻ വഴി കണ്ട്. മേ ബി അതായിരിക്കണം. അതെ അതാണ് വഴി. അതാണ് കൂടുതൽ നിന്ന് കറങ്ങി വേണ്ട, നേരെ പോവാം. യെസ്, ഇത് തന്നെയാണ് വഴി. ലിഫ്റ്റ് കാണുമ്പോൾ എനിക്ക് ഔട്ട് ലാസ്റ്റ് ഓർമ്മയില്ല. എൻ്റെ ദൈവമേ, ഇനി അവിടെ കാണണോ? ഇനി അടുത്ത് തുടങ്ങാൻ പോകുന്നത്. സേവ് ആയാൽ മതിയായിരുന്നു. ആ വഴിയാണ് വന്നത്. ആ ക്രൗച്ച് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി അവിടെ അയ്യോ പ്രശ്നമാണല്ലോ. ദൈവമേ, ഡെഡ് ബോഡിയാണ്. പാവി കോലിൽ കുത്തി നിർത്തിയേക്കണ്. ദൈവമേ, പാവയാണ്. ഡെഡ് ബോഡിയാണ്. അധികം അങ്ങോട്ട് നോക്കണ്ട, അതായിരിക്കും നല്ലത്. അധികം താഴത്തേക്ക് നോക്കണ്ട. ഇവിടെ ഒരു കണ്ണുണ്ടല്ലേ, ഇത് ഈ ഗെയിമിൻ്റെ അകത്ത് മൊത്തം കണ്ണിൻ്റെ സിമ്പിളാണ് കേട്ടോ. ഇനി എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. തെങ്ങാനും ഇനി ഇറങ്ങി വന്ന് എൻ്റെ പള്ളക്ക് പിടിക്കുമോ? ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. മിക്കവാറും ആ തെണ്ടി ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ആ ക്യാമറ ഇതെന്ത് ഈ പാവക്ക് മാത്രം ഇത്തിരി കാറ്റ് കൂടുതൽ, ഒരാട്ടം കൂടുതൽ. പാവരെല്ലാം ഡെഡ് ബോഡി. എൻ്റെ കണ്ണടിച്ചു. സേവ് ആയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അവനാണ്ടോ വന്നോ മറ്റേ ക്യാമറ എടുത്തവനെ. ഫോട്ടോ എടുക്കണ്ടായി, ക്യാമറ എടുത്തവനെ എന്നറി. ആ ഡെഡ് ബോഡിയൊക്കെ പോയാ നമ്മൾ വേറെ സ്ഥലത്തെത്തിയാ? നമ്മൾ വേറെ സ്ഥലത്തെത്തി.
ഇവിടെ എൻ്റെ ഫോട്ടോ ഉള്ള കാണുന്നത് അല്ലേ? ആ എൻ്റെ ഫോട്ടോ ആണ്. ടേക്ക് ഞാൻ സർപ്രൈസ് എടുക്കണം. ആരാ എന്തോ കണ്ടിട്ടാ ഞാനിപ്പോ അവിടെ. വഴിയില്ല, പെട്ടെന്ന് അർത്ഥം വഴിയില്ല. തിരിച്ചോടിക്കൂ. പുറകേണ്ട ഞാൻ മിന്നായ പോലെ നമ്മൾ ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. പുറകേണ്ടെന്നറിയാം, ഞാൻ തിരിഞ്ഞ് നോക്കണം. സ്മെല്ല് തുറന്നു അത് വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞു. രക്ഷപ്പെട്ടെന്ന് തോന്നട്ടാ. വെന്റിൻ്റെ അകത്ത് കയറിയ രക്ഷപ്പെടും. വെന്റിലേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. ഞാൻ ക്ലാസ് കളിച്ചോണ്ട് പറഞ്ഞു കേട്ടോ. കണ്ട മ്യൂസിക്കൊക്കെ പോയി, ശാന്ത സമാധാനമായി. എലിയാണ് ഞാൻ പേടിച്ചു. ഇത് പൊളിച്ചു വരാൻ നോക്കാം. അയ്യോ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് വീഴല്ലേ. എനിക്ക് വയ്യ. ഓ കഴിഞ്ഞു വെടി പോയി കഴിഞ്ഞു. ഐ ഡോണ്ട് ഹിയർ ഇറ്റ്. സേവ് പോയി. ഓട്, സ്പീഡിലോട്. നടക്കണേ, ഓടടാ. അതൊന്നും ഫോറാംസാ. അപ്പാര് വാതിൽ ഓർന്നാ നട്ടിട്ടാ ഫോട്ടോ എടുക്കാനുള്ള. കൊടുത്തോ. കഴിഞ്ഞു. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇനിയും സർപ്രൈസ് തരല്ലേ. What the fuck is going on here? Automatic health regeneration. When your health is critical low, the life gauge will turn red. While the life gauge is red, it will automatically regenerate up to the certain point. It will regenerate more quickly if you stand still. So try to find a safe place to hide and recover when it's critical condition. Okay, റീജനറേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഹെൽത്ത് റീജനറേറ്റ് ആണ് സൈഡിൽ കണ്ട. അതിൻ്റെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ അനങ്ങാണ്ട് എത്ര നിൽക്കുന്നു അത്രയും പെട്ടെന്ന് ഹെൽത്ത് റീജനറേറ്റ് ആവും. പക്ഷെ അത് ഒരു പോയിൻ്റ് വരെ റീജനറേറ്റ് ആവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. തൊണ്ട കയ്യിലോട്ട് അതിനെടുക്കുന്നു. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു 40-45 മിനിറ്റ് ആയി തോന്നുന്നു കേട്ടോ. 50 മിനിറ്റിൻ്റെ അടുത്തായി. ഈ ഗെയിം അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് മറ്റേ ഔട്ട്ലാസ്റ്റ് ചെയ്ത പോലെ 20 മിനിറ്റ് ഒന്നും ഇടാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ 20 മിനിറ്റ് കട്ട് ചെയ്ത് അതിന് ഒന്നുമില്ലാണ്ടായി പോകും. ഇതിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ നടക്കണ പോലെ ആയിപ്പോൾ. അപ്പോൾ ഇതാണ് ഇത് ഫസ്റ്റ് കണ്ട ബോസിനെ കണ്ട വന്ന സാധനം കണ്ട. ഞാൻ കണ്ടിട്ട് എൻ്റെ കിളി പോയി. ഇതേപോലത്തെ സാധനം എനിക്ക് ഇനിയും ഒത്ത ഈ ഗെയിമിൻ്റെ അകത്ത്. പക്ഷേ ഗെയിം കുറച്ച് ലാഗും ഉണ്ടാവും. നമുക്ക് കളിച്ച് നോക്കാം. അത് ആ ബോസിൻ്റെ എനിക്ക് തോന്നുന്ന ബോസ് മറ്റേ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണെന്ന് തോന്നണത്. അതിനെ ഇനിയും കാണ്ടി വരുമെന്ന് തോന്നണത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും ഇവിടെ നടക്കണേന്നറിയാം. നമ്മൾ മിക്കവാറും പുറത്തോട്ട് ഇറങ്ങും. ഇപ്പോൾ മറ്റേ യൂണിയൻ എന്ന് പറഞ്ഞില്ലായിരുന്നു, അങ്ങാട് പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങാടേക്കായിരിക്കും നമ്മൾ ഇനി പോകാൻ പോണത്. അപ്പോൾ